നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണയുടെ കുട്ടികൾ കിടലൻ പ്രകടനം പുറത്തെടുത്തപ്പോൾ ഒരു ആരോപണം ചിലരങ്ങ് പടച്ചു വിട്ടു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതാരാണെന്നൊന്നും ഞാനിനി വീണ്ടും വിശദമായി പറയുന്നില്ല. ആ ബാൻഡേജ് കെട്ടാറുണ്ടല്ലോ ചിലപ്പോൾ അത് കയ്യിലവർ ഉത്തേജക മരുന്ന് കുത്തിവെച്ച്, അതായത് ഡോപ്പിംഗ് നടത്തിയിട്ടുണ്ടാകും. അതിൻ്റെ അടയാളമൊന്നും കാണാതിരിക്കാൻ വേണ്ടി ചുറ്റിക്കെട്ടുന്നതാണ് എന്നൊരു ആരോപണം. അത് പിന്നെ ആ ഘട്ടത്തിൽ തന്നെ ഗോൾ അടിച്ചുകൊണ്ട് ഈ ഒരു ബാൻഡേജ് എടുത്ത് കാണിച്ചുകൊണ്ട് സെലിബ്രേഷൻ നടത്തി അന്ന് വായടപ്പിച്ചിട്ടുണ്ടായിരുന്നു റാഫീഞ്ഞ. ഓർക്കുന്നുണ്ടാവും. ഇപ്പോൾ റാഫീഞ്ഞ വീണ്ടും അതിനോട് പ്രതികരിക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഡോപ്പിംഗ് അക്യൂസേഷനൊക്കെ വന്നിരുന്നല്ലോ, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അദ്ദേഹത്തിൻ്റെ മറുപടി, ലുക്ക്, ആളുകൾക്ക് ഒന്നും നിങ്ങളെക്കുറിച്ച് പറയാനില്ലാതെ വരുമ്പോൾ അവരിങ്ങനെ അറ്റൻഷന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ പലതും പറയും. നല്ലതൊന്നും പറയാനില്ലാത്തവർ സോഷ്യൽ മീഡിയയിൽ അറ്റൻഷന് വേണ്ടി ഇങ്ങനെ ഓരോന്നും പടച്ചു വിടും. അവർ ഒരു കാര്യവുമില്ലാതെ നോൺസെൻസ് ആയിട്ടുള്ള ആരോപണങ്ങൾ നമ്മുടെ നേർക്കെറിയും. അപ്പം ഒരാളെ നമ്മൾ ആരോപണത്തിൽപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ വസ്തുതകൾ എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? പക്ഷേ ഒരുപാട് ആളുകൾ വസ്തുതകളൊന്നും നോക്കുന്നില്ല, നേരെ അങ്ങ് ആരോപണങ്ങൾ പടച്ചു വിടുകയാണ് എന്ന് റാഫീഞ്ഞ അതിനോട് പ്രതികരിച്ചിരിക്കുന്നു. വെറും നോൺസെൻസാണ് അത്തരത്തിലുള്ള ആരോപണങ്ങൾ എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ അടുത്ത സീസണിൽ മികച്ച പ്രകടനം നടത്താൻ താൻ സജ്ജനാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഈ ക്ലബിന് വേണ്ടി അടുത്ത സീസണിൽ തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരാധകർക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തണം. അതോടൊപ്പം തന്നെ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്, എന്ത് എഫേർട്ട് എടുത്തിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പലർക്കും അറിയില്ല. സോ തീർച്ചയായിട്ടും ഇവിടെ മുന്നോട്ട് പോവുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല, പക്ഷേ ഞാൻ സഫർ ചെയ്യാൻ തയ്യാറാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.